പ്രിയമുള്ളവരെ, ചരിത്രത്താളുകളിൽ ഇന്നേ ദിവസം എന്ന പങ്ക്തിയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ശബ്ദ സന്ദേശവുമായി എത്തുന്നു ഞാൻ ദിലീപ് കാവാലം. 1690 ഓഗസ്റ്റ് മാസം 24-ാം തീയതിയാണ് കൊൽക്കത്ത സ്ഥാപിതമാകുന്നത്. 1858 വെർജീനിയയിലെ റിച്ച്മണ്ട് നഗരത്തിൽ 80 കറുത്ത വർഗ്ഗക്കാർ വിദ്യ അഭ്യസിച്ചതിനാൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നതും ഇതേ ദിവസമാണ്. 1875 ക്യാപ്റ്റൻ മാറ്റ് വെബ് ഇംഗ്ലീഷ് ചാനൽ നീന്തിക്കടന്ന ആദ്യ വ്യക്തിയായി തീർന്നത് ഈ ദിവസമാണ്. 1891 എഡിസൺ ചലച്ചിത്ര ഛായാഗ്രഫിക്ക് വേണ്ടിയുള്ള പേറ്റന്റ് സമ്പാദിക്കുന്നത് ഈ ദിവസമാണ്. 1954 അമേരിക്കയിൽ കമ്മ്യൂണിസ്റ്റ് കൺട്രോൾ ആക്ട് പാസാക്കി. അമേരിക്കൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിക്കുകയും ചെയ്തത് 1954 ഓഗസ്റ്റ് മാസം 24-ാം തീയതിയാണ്. 1960 അന്റാർട്ടിക്കയിലെ വോസ്റ്റോക്കിൽ ഭൂമിയിലെ രേഖപ്പെടുത്തിയതിൽ വെച്ച് ഏറ്റവും കുറഞ്ഞ താപനിലയായ -88 മുതൽ -127 ഡിഗ്രി വരെ അനുഭവപ്പെട്ടത് ഇതേ ദിവസമാണ്. 1991 ഉക്രൈൻ സോവിയറ്റ് യൂണിയനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുന്നത് ഇതേ ദിവസമാണ്. 1889 കെ കേളപ്പൻ, അതായത് കേരളത്തിലെ പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയും ഗാന്ധിയനും നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യത്തെ പ്രസിഡന്റും സോഷ്യലിസ്റ്റ് ചിന്തകനുമായിരുന്ന കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കേളപ്പൻ, അദ്ദേഹം ജനിച്ചത് ഇതേ ദിവസമാണ്. 1986 ശാന്തനു ഭാഗ്യരാജ്, അതായത് തമിഴിലെ യുവനടന്മാരിൽ ശ്രദ്ധേയമായ താരമാണ്. ഭാഗ്യരാജിൻ്റെയും പൂർണിമ ഭാഗ്യരാജിൻ്റെയും മകനായിട്ടുള്ള അദ്ദേഹം ജനിച്ചത് ഈ ദിവസമാണ്. സുബി സുരേഷ്, അതായത് കേരളത്തിൽ നിന്നുള്ള സീരിയൽ ഹാസ്യതാരമായിരുന്ന സുബി സുരേഷ് അന്തരിച്ചത് 1988 ഇതേ ദിവസമാണ്. പൗലോ കൊയ്ലോ, അതായത് ലോകപ്രസിദ്ധ ബ്രസീലിയൻ എഴുത്തുകാരനായിട്ടുള്ള പൗലോ കൊയ്ലോ, അദ്ദേഹത്തിൻ്റെ നിരവധി കൃതികൾ മലയാളമടക്കം ലോക ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ജനിച്ചത് ഈ ദിവസമാണ്. തീർച്ചയായും 1879 വെവൂസിയസ് അഗ്നീസ് പർവ്വത സ്ഫോടനം ഉണ്ടായി. ആ സ്ഫോടനത്തിൽ ഹെർക്കുലീനിയം, സ്റ്റാബിയ എന്നീ നഗരങ്ങൾ ചാരത്തിൽ മുങ്ങിപ്പോയത് കണക്കാക്കപ്പെടുന്നത് ഓഗസ്റ്റ് 24 തീയതിയാണ്. പ്രിയമുള്ളവരെ, ചരിത്ര താളുകളിൽ ചരിത്ര സംഭവങ്ങൾ കോർത്തിണക്കി ഈ പങ്ക്തി ശ്രമിച്ച നിങ്ങൾക്കേവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കട്ടെ. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം.